morning light breaking through the eastern hills, just you and me, while the earth stands still. Dashboard dreams of what could be in the great unknown. We have no map, we got no plans, just open road. Say you'll stay with me forever, say you'll be my only love. We can make it through whatever, say you'll be my only love. In this day, we got the whole world at our feet. We'll take our time, yeah, we'll be who we wanna be. Under this sky, I'm so alive when you're with me. This open door, this empty page for the heart set free. Say you'll stay with me forever, say you'll be my only love. We can make it through whatever, say you'll be my only love. 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 I think I want you more than want. I know I need you more than need. I wanna hold you more than hold. When you stood in front of me, I think you know me more than know. And you see me more than see. I could die now more than die. Every time you look at me, well, I've seen you in jeans with no makeup on, and I've stood there and all is your date for the prom. I'm blessed as a man to have seen you in white, but I've never seen anything quite like you tonight. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനായി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്ന ഒന്നെല്ലാം അവനെ പോലെ ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നോട് ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവായെ നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാവർ ബോധനങ്ങളുടെ തോംസനെയും അലീനയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാറിയോസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരെ കാവൽമാലാകുമരെയും ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment I found the one, and my life had found its missing piece. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live, I love you, will have and hold you.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങളെ മറക്കരുതേ. ഞങ്ങളുടെ പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവർഗത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ അലീനയെയും തോമസിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാർയൗസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽമാലാകമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസിന് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യ ഭർത്താക്കന്മാർ, ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ മധുരം കൊടുക്കട്ടെ.
ജീവിതം ബലിയായി എന്നെയും എൻ സർവവും നിൻ തിരുബലി കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയായി എന്നെയും എൻ സർവവും നിൻ തിരുബലി ഹൃദയതാലമതേകിടാം ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ ഹൃദയതാലമതേകിടാം ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിത്യനായ
തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു, അവരുടെ വേദനയെ പൊന്നുപതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. എല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നിനെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് ചെയ്ത മെസ്സിഹ നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. ഇത് കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവിതത്തിൽ പരിപാലിക്കുന്നവനുമാകുന്നു. ഞാനെപ്പോഴും നിന്റെ സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായ എന്നേക്കും. കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവിതായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ശ്രദ്ധ പറയുന്നത് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, അവർക്ക് വീഞ്ഞ് ഇല്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. യേശുവിന്റെ അമ്മ പരിചാരകന്മാരോട് പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുവാനുള്ള 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് വീതം കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അപ്രകാരം ചെയ്തു. ഇനി പകർന്ന് കലവറക്കാരൻ പക്കൽ കൊണ്ടു ചെല്ലുവിൻ എന്ന് അവർ പറഞ്ഞു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി.
അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകന്മാർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തലവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായിരുന്നു ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് പ്രിയപ്പെട്ട തോമസിന്റെയും അലീനയുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി ഇന്ന് നമ്മൾ വന്നു നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തിന്റെ, ഒരുപാട് കാത്തിരിപ്പിന്റെ ഒരു ദിവസമാണ് തോമസിനെ സംബന്ധിച്ചിടത്തോളം, അലീനയെ സംബന്ധിച്ചിടത്തോളം. ജന്മം നൽകിയ മാതാപിതാക്കന്മാരെ ഏറ്റവും സ്നേഹപൂർവ്വം രണ്ടുപേരെയും നന്നായി വളർത്തി വലുതാക്കി പഠനമേഖലകളിലെല്ലാം പ്രവേശിച്ച് തുടർന്ന് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളിലെല്ലാം പ്രവേശിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ വിവാഹ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി നാളുകൾ അന്വേഷിച്ച് ഒരുങ്ങി അവസാനം തനിക്ക് ഒത്ത ഇണയെ തിരഞ്ഞെടുത്ത് ഈശ്വര സന്നിധിയിൽ ആദ്യമായിട്ട് ഇവർ ഒന്നു നിൽക്കുകയാണ്. പഴയ നിയമത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തില് ഇതുപോലെ ഒരു രംഗമുണ്ട്. ദൈവമായ കർത്താവ് എല്ലാ സൃഷ്ടികർമ്മങ്ങളും നടത്തിയതിനു ശേഷം താൻ സൃഷ്ടിച്ച എല്ലാ ജന്തു മൃഗാദികളെയും ആദത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഏകദേശം ഇതുപോലെ ആദം അങ്ങനെ നിൽക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് ഓരോരുത്തരെ കാണിച്ചുകൊണ്ടിരിക്കും. ഓരോരുത്തർ കടന്നു പോകുമ്പോൾ ആദം അതിനെ നോക്കി വിളിക്കും ആന. അതിന് പേര് കൊടുത്തു ആന. അല്ലെങ്കിൽ മറ്റൊരു മൃഗം കടന്നു പോണ സമയത്ത് വിളിച്ചു സിംഹം. അവൻ ഏത് പേര് അവൻ ഓരോന്നിനെ വിളിച്ചോ ദൈവമായ കർത്താവ് അവൻ വിളിച്ച പേര് മുഴുവൻ അവൻ കൊടുത്തു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഇടയും തുണയുമായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി മാത്രം ഏകനായിരുന്നു. അവനവരെല്ലാം പേരിട്ട് കടന്നു പോകുമ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങി, ഒരു പക്ഷെ ഇവര് പോകുന്നത് പോലെ അധികം വൈകാതെ എനിക്കുള്ള ഒരാള് ഇതുപോലെ കടന്നു വരുമായിരിക്കും. നോക്കിയിരുന്ന് അടുത്ത് മനസ്സിലായി ആരെയും കാണാൻ ഓരോ സങ്കടമായി. അവന്റെ സങ്കടം കണ്ടപ്പോ കർത്താവിനെ അതിലേറെ സങ്കടമായി. അപ്പാണ് കർത്താവ് തീരുമാനമെടുത്തത്. ഇവന്റെ സങ്കടം എന്ന് പറയുന്നത് ഇവനെ ഒറ്റയ്ക്കായിരിക്കുന്നതാണ്. അവനെ ഒരു ഇണയെ. അങ്ങനെയാണ് ദൈവമായ കർത്താവ് ആദത്തിന്റെ തുണയായി ഇണയായി ഹവ്വായെ സൃഷ്ടിക്കുന്നതും ആദത്തിന് സമ്മാനിക്കുന്നു. അങ്ങനെ ആദം ഹവ്വയെ കണ്ടുമുട്ടിയപ്പോ ദൈവ കർത്താവ് അവരെ നോക്കിയിട്ട് പറഞ്ഞു, നന്നായിരിക്കും. ഇന്ന് ഈശോയുടെ സന്നിധിയിൽ ഇവർ രണ്ടുപേരും വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നന്നായിട്ട്. അത് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി നമ്മള് ഒക്കെ നമുക്കറിയാം, അത്യാവശ്യം ലയിക്കുമ്പോഴോട് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇന്നത്തെ ദിവസം. അത് യാതൊരു കുഴപ്പമൊന്നുമില്ല. ഇന്ന് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പ്രശ്നമുണ്ട്. അങ്ങനെ നമുക്ക് അതിന്റെ ഒരു ഭംഗി നന്നായിട്ടുണ്ടെന്നതല്ല, നിങ്ങളെ കാണുമ്പോൾ തന്നെ പറയും നിങ്ങളുടെ ആത്മാവ് ശരീരം മനസ്സ് അത് കർത്താവ് ആശ്വസിച്ച് പറയും നന്നായിട്ട്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മധുരമായ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുന്നവൻ ഇവരെ അനുഗ്രഹിക്കണമേ.
അങ്ങയുടെ ശാന്തിയും സമാധാനവും അവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹമെന്ന കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയുടെ പരിഗ്രഹം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിതസ്നേഹിയാൻ നൽകിയ ദൈവമേ, അങ്ങയുടെ പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയുടെ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ സൗഭാഗ്യമേകാൻ യൗസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷണമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ.
ദൈവകാരുണ്യം ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവസ്നേഹം ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവകാരുണ്യം ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവസ്നേഹം ദൈവസ്നേഹം ദിവ്യകാരുണ്യമായി തിരുവോസ്തിയിൽ നിറയുമ്പോൾ ഈ നവദമ്പതിമാരായ തോമസിനെയും അലീനയെയും ആശീർവദിക്കണമേ. ഇവരുടെ അനുദിന ജീവിതത്തിൽ അന്ന് ഇവരുടെ മാതൃകയെ വഴികാട്ടിയുമായിരിക്കണമേ. ആത്മീയവും ഭൗതികമായ ഗൃഹദാനങ്ങൾ സമർത്ഥമായി ഇവർക്ക് നൽകണമേ. തിരുകുടുംബത്തിന്റെ മാതൃകയിൽ ജീവിക്കുവാനും വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റു ക്രിസ്തീയ സുഹൃത്തങ്ങളിലും അനുദിനം വളർന്നു വരുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. പറയുവാനിതാദ്യമായി വരികൾ മായേ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതും അവളോമായും മഞ്ഞിൻ ചൂട് നൂറാണ് നിന്റെ ചിറകിന് ചേലവും തൂവല് നീയും ഞാനും പണ്ടേ പണ്ടേ പൂവും വണ്ടും തേൻകണങ്ങൾ തിളങ്ങും നേരം പിന്നെയും പറയുവാനിതാദ്യമായി വരികൾ മായേ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതും അവളോമായും സമ്മതം താരകൾ മിന്നുന്നു ഇനി നൂറു നൂറായിരം ഒരു പൂക്കാലം കണ്ണടിലാടുന്നു രാവേതോ വെണ്ണതിയാവുന്നു കിനാവുകൾ തുഴഞ്ഞു നാം ദൂരെ ദൂരെയോ നിലാവിതൾ മെനഞ്ഞൊരാ കൂട് തേടിയോ പറയുവാനിതാദ്യമായി വരികൾ മായേ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ
So first of all, congratulations both the couples. So I'm wishing you a great future ahead. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ തോമസിന്റെയും അലീനയുടെയും ഒരു ബിഗ് ഡേ സെലിബ്രേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ ആ ഒരു ഫംഗ്ഷനിലേക്ക് എല്ലാവരും ഞാൻ വീണ്ടും ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മളെല്ലാവരും ക്ഷണം സ്വീകരിച്ച്, നമ്മുടെ രണ്ട് ഫാമിലിയുടെയും ക്ഷണം സ്വീകരിച്ച് എത്തിയ എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഒപ്പം തന്നെ ഞാൻ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ബിക്കോസ് ഇവരാണല്ലോ ഇന്നത്തെ സ്റ്റാർസ്. സോ സ്റ്റാർസിനെ ഒബ്വിയസ്ലി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് തോംസൺ. സോ is a younger son of Ausep and Mrs. Philomena. He belongs to Kalitbarmil family and he's working in Ras Al Khaimah. And our gorgeous bride, Alina. So she has completed her graduation in anesthesia and currently she is doing her internship in Mangalore. So next ഞാൻ തോംസിന്റെ ഫാമിലിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ബിക്കോസ് ഇവരൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാണ്. സോ അവരുടെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അലീനയും തോംസിനും മാത്രമായാലും ഒരു ഫാമിലി ആവില്ല. അവരുടെ പാരന്റ്സ് വേണം അവരുടെ ഫ്യൂച്ചർ സപ്പോർട്ടിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ. അവരുടെ എല്ലാവരും ഇതിന് മോട്ടിവേഷൻ സപ്പോർട്ട് എല്ലാനായിട്ട് അവരുടെ പാരന്റ്സ് അവരുടെ കൂടെ വേണം, അവരുടെ സിബ്ലിങ്സ് അവരുടെ കൂടെ വേണം, എല്ലാവരും റിലേറ്റീവ്സ്, ലവ്ഡ് വൺസ് എല്ലാവരും വേണം. സോ I would like to call Thompson's family parents. So Mr. Ausep KM and Mrs. Philomena Ausep onto the stage. So next നമ്മുടെ തോമസിന് രണ്ട് ചേച്ചിമാരാണുള്ളത്. രണ്ട് ഗോർജിയസ് ചേച്ചിമാരാണ്, സുന്ദരി ചേച്ചിമാരാണ്. So first I would like to invite elder sister Jolfi and her family. Jolfi Sibi and Mr. Sibi. അവർക്ക് രണ്ട് കുട്ടികളാണ്, രണ്ട് ആമ്പിള്ളേരാണ്, ആരോൺ ആൻഡ് എബിൽ. നമ്മുടെ അച്ഛന്റെ ഫാമിലി ഇച്ചിരി ബിഗ് ഫാമിലിയാണ്. ഒരു സിസ്റ്ററും കൂടി ഉണ്ട്. നമുക്ക് ആൽഫി ചേച്ചിനെയും കൂടി ഇവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതാണ്. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ആൽഫി തോമസ് ആൻഡ് 2 children. അൺഫോർച്ചുനേറ്റ്ലി ആൽഫി ചേച്ചിയുടെ ഹസ്ബൻഡ് നമുക്ക് നാട്ടിലേക്ക് വരാൻ സാധിച്ചില്ല. അപ്പൊ ഇതാണ് തോംസിന്റെ ഫാമിലി. ഫാദർ, മദർ, 2 elder sisters, പിന്നെ അവരുടെ നീസ്. Next, I would like to call Alina's family onto the stage. Mr. Anthony and Mrs. Raji Anthony onto the stage. Mr. Anthony belongs to Chakalamathat house, Pota. Alina's ഒരു ബ്രദർ ആണുള്ളത്. സോ തോമസിന്റെ അലിയൻ ആൽവിൻ ആന്റണി. So after graduation and all, he is also doing internship in as an X-ray operator. ഇതാണ് തോംസിന്റെ ന്യൂ ഫാമിലി. തോംസിന്റെയും അലീനയുടെയും ന്യൂ ഫാമിലി. ഇതാണ് ഹോൾ ഫാമിലി. സോ ഈ ഒരു ഫാമിലിയുടെ സപ്പോർട്ടോടും കൂടിയും ഈ ഫാമിലിയുടെ മോട്ടിവേഷനോടും കൂടിയും ഇവരുടെ ഫുൾ ഇതോടുകൂടിയാണ് ഇനി ഇവരുടെ ലൈഫ് മുന്നോട്ട് പോകേണ്ടത്. So this is all about. So next I'm moving to ceremony. First anyway we have to start all like lighting lamp ആണ്. സോ അതിലേക്ക് ഞാൻ രണ്ടുപേരെയും ബ്രൈഡിനെയും ഗ്രൂമിനെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. Ah
തൊടും കുളിർ വിരലായിടാം ഞാൻ അരികെ നടന്നിടാം അലയും ചുടുകാറ്റിനു കൂട്ടിണയായി നാം ഒരു നാൾ കിനാക്കുടിലിൽ ചെന്നണയുമിരുനിലാവലയായാരും കാണാ ഹൃദയതാരമതിൽ ഉരുകി നാമെന്നാരും കേൾക്കാ പ്രണയജാലകഥ പലവുരു പറയുമോ വഴിയോരങ്ങൾ തോറും തണലായി പടർച്ചില്ല നീ കുടയായി നിവർന്നു നീ നോവാറാതെ തോരാതെ പെയ്കെ തുഴയോളങ്ങൾ പോൽ നിൻ കടവത്തൊന്നു ഞാൻ തൊട്ടുമെല്ലെ കാറ്റേ ചില്ലയിതിൽ വീശണി കാറേ ഇലയിതിൽ പെയ്യണി മെല്ലെ തീരവിതിലോളങ്ങളോളങ്ങളായി നീ വരൂ ഉയിരിൽ തലോടിടും ഉയിരായിടും നാം ഒരു നാൾ കിനാക്കടലിൽ ചെന്നണയുമിരുനിലാ നദിയായാരും കാണാ ഹൃദയതാരമതിൽ ഉരുകി നാമെന്നാരും കേൾക്കാ പ്രണയജാലകഥ പലവുരു തുടരുമോ ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീ പോകും വഴിയെല്ലാം ചങ്ങാതി കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നില്ലേ ചാരെ മൂടുന്ന സിന്ദൂരപ്രാവിന്റെ ഈണങ്ങൾ കാതോരം തേനാവുന്നേ ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൻ ആനന്ദത്തേരേറി പായുന്നെന്നോ കണ്ണേ കണ്ണേ എന്നെക്കാളും നിന്നുള്ളിൽ നീ നിറഞ്ഞേ ശ്വാസമേ ഞാനൊഴുകും പാതയില കാലടികൾ മാത്രമേ ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീ പോകും വഴിയെല്ലാം ചങ്ങാതി കാറ്റായി പിന്നാലെ ഞാനൊന്നും കൂടുന്നില്ലേ മൊഴിയോരോ മഴനൂലായി നനവെഴുതി നിറയവേ പറയാതെ ഉയരാഴും ഇരുമനവും അറിയവേ വെയിലേക്കും ഹിമമായി അതിരുരുകിയലിയവേ അടരാനോ അരുതാതെ ഇരുചിറകുമണയവേ കണ്ണീരിലോ കൈ ചേർത്തിടാൻ മായാനിഴൽ കൂട്ടാകുവാൻ ഓരോ ദളം വാടാതെ ഞാൻ കാക്കാമിനി നീലാമ്പലൻ നീയാകും എന്നും എൻ ലോകം
ശ്വാസമാകാം നിൻമിഴിയും എൻ കനവും ഒരേ നൂലിലേറ്റാം ജീവനിൽ പ്രേമനാദം കേട്ടിടും നേരമീ ശ്രുതി ചേർന്നലിഞ്ഞിടുമോ കാതരയാ ശലഭങ്ങളെ തിരയുന്നു തൂമഞ്ഞിലും രാമഴതൻ തന്ത്രികളിൽ ഒരേ ശ്വാസമാകാം കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും ആട്ടവിളക്കണഞ്ഞൊരി കളിയരങ്ങിൽ നിന്റെ ആത്മരാഗ സ്പന്ദനങ്ങൾ തിരിതെളിയും
നീരാടാൻ പോകണ്ടേ, നീലാഞ്ജനമെഴുതണ്ടേ, താലിപ്പൂവണിയണ്ടേ, താരാട്ടും പാടണ്ടേ, ഇടവത്തിൽ തെയ്യം തുള്ളും വേലിക്കാറ്റേ, 1000 രാവുകൾ കാത്തിരുന്നു ഞാൻ. പഞ്ചവർണ്ണക്കുളിരെ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലൂറും മധുരം തേൻ ചൂടും മൊഴിയിൽ തരുമോ, പാടിത്തരുമോ, ആരും കാണാ പുലരികൾ കാണാം